ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും. ആദ്യ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി. വീടിനകത്ത് പഴയതും പുതിയതുമായ 200-ലേറെ റേഡിയോകൾ. മർഫി മുതൽ ടെലിഫുങ്കൻ വരെയും ഗ്രാമഫോൺ മുതൽ സ്പൂൾ ടൈപ്പ് പാട്ട് പെട്ടി വരെയും ഇദ്ദേഹത്തിന്റെ റേഡിയോ ലൈബ്രറിയിലുണ്ട്. എല്ലാം പാടുന്നവ തന്നെ. റേഡിയോയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായ കെ ശ്രീജിത്ത്. റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് മിക്ക പരിപാടികളും. വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോൾ റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്നൊരു സംവിധാനമാണ് വീട്ടിൽ പണ്ട് മുതൽ. അങ്ങനെയാണ് അത് മനസ്സിലേക്ക് ഇങ്ങനെ ആഴത്തിലിറങ്ങിയത്. അപൂർവവും കൗതുകമേറിയതുമായ റേഡിയോകൾ വാങ്ങി സൂക്ഷിക്കുക എന്നത് ഒരു ഹോബിയായാണ് ശ്രീജിത്ത് കാണുന്നത്. വിരുന്നുകാരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലും റേഡിയോ വഴിയാണ്. ആദ്യകാലത്തെ ടേപ്പ് റെക്കോർഡർ, കുഞ്ഞു ടെലിവിഷൻ സെറ്റ്, ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം എന്നിവയ്ക്ക് പുറമെ കാസറ്റുകളും സിഡികളും ക്യാമറകളുമെല്ലാം ഈ വീട്ടിനകത്ത് മായക്കാഴ്ചയൊരുക്കുകയാണ്. ഏകദേശം 15 വർഷത്തോളമായി ഈ ഒരു റേഡിയോ കളക്ഷൻ തുടങ്ങിയിട്ട് 10-20ഓളം കമ്പനികളുടെ ടാപ്പ് റെക്കോർഡറുകളും റേഡിയോകളും, ടാപ്പ് റെക്കോർഡർ ഉള്ള റേഡിയോകളും, അതേപോലെ റെക്കോർഡ് പ്ലെയറുകളും സ്പൂൾ പ്ലെയറുകളും ടിവികളും എൻ്റെ അടുക്കുണ്ട്. ഇവിടെ ആകെ ഏകദേശം 200-ലധികം റേഡിയോകളുണ്ട്. ഇപ്പോൾ അത് ശേഖരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് ശേഖരിച്ചത് മുതൽ വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരം ശേഖരിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളുടെ അടുക്കുന്ന ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും ശേഖരിച്ച റേഡിയോകളുണ്ട്. രാവിലെ സിഗ്നേച്ചർ ട്യൂൺ മുതൽ ശ്രീജിത്തിന്റെ വീട്ടിലെ റേഡിയോ ഉണരും. അമ്മ നാരായണിയും ഭാര്യ മട്ടന്നൂർ കോടതി ജീവനക്കാരി സീമയും മക്കൾ ശ്രീനന്ദും ശ്രേയാലുമെല്ലാം റേഡിയോയുടെ മഹിമ തിരിച്ചറിഞ്ഞവരാണ്. അറിവ് പകർന്നു നൽകുന്നതിൽ റേഡിയോവിനപ്പുറം മറ്റൊരു മാധ്യമമില്ലെന്നും മനുഷ്യനുള്ളിടത്തോളം റേഡിയോയും ഉണ്ടാവുമെന്നും ശ്രീജിത്ത് പറയുന്നു. റേഡിയോയുടെ പ്രാധാന്യം ഒരിക്കലും നശിക്കില്ല. നമുക്ക് എന്ത് ജോലിൻ്റെ കൂടിയും നമുക്ക് റേഡിയോ കേൾക്കാൻ പറ്റും. അതാണ് എൻ്റെ റേഡിയോൻ്റെ ഒരു പ്ലസ് പോയിന്റ്. റേഡിയോ പാട്ട് ഇത് ഇടക്കാലത്ത് നിന്ന് പോയോണ്ടാണ്. ഇതിനൊരു പ്രചരണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി മറ്റെന്തിനേക്കാളും റേഡിയോന് ഒരു എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന സ്ഥിതി വരും. കണ്ണൂർ മട്ടന്നൂർ മരുതായിയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.